അരക്കിലോ നെമ്മീൻ വെച്ച് ഒരു നാടൻ രീതിയിലൊരു മുളകിട്ട കറിയാണ്. അതിന് വേണ്ട ചേരുവകൾ: 1/2 ടീസ്പൂൺ മുഴുവൻ ഉലുവ, 2 ചെറിയ കഷ്ണം നമ്മുടെ ചുമന്നുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 ചെറിയ അല്ലി വെളുത്തുള്ളി. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് ഞാൻ അത്ര എടുത്തത്, അല്ലെങ്കിൽ വലിയ കഷ്ണമാണെങ്കിൽ ഒരു 3-4 കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3-4 കഷ്ണം വളരെ ചെറിയ കുടംപുളി, ഒരു 4ആയിട്ട് കീറിയത് ചെറിയത്, അത് വെള്ളത്തിലൊഴിച്ച് കഴുകി അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയുമാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ മുളക് പൊടിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് ഇട്ട് ഞാൻ വരും. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 തവി വെളിച്ചെണ്ണ വേണം. എപ്പോഴും നമ്മൾ മീൻകറി, നാടൻ സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്തേ ഉണ്ടാക്കാവുള്ളൂ. ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് വേണം ഉണ്ടാക്കാൻ. ഇത് ഞാൻ ഇന്നത്തേക്ക് എടുക്കാനല്ല, നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ മല്ലിപ്പൊടി ചേർക്കത്തില്ല. ചട്ടി ചൂടായി നമുക്കിനി ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ നമുക്ക് ചേർക്കാം, മുഴുവൻ ഉലുവ. ഞാൻ ഇതിൽ കടുക് ചേർക്കത്തില്ല, ജസ്റ്റ് ജസ്റ്റ് ഇതായി നമ്മൾ ചതച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ആ 2 കഷ്ണം ഇഞ്ചിയിൽ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പിന്നെ കുഞ്ഞുള്ളി ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക. ഇത്രയും കൂടെ നല്ലതുപോലെ വഴറ്റുക. നല്ല ബ്രൗൺ കളറാകണം, അങ്ങനെ വരെ വഴറ്റുക. നല്ലതുപോലെ ബ്രൗൺ ആയി നോക്ക്, ഇതേപോലെ ബ്രൗൺ ആയിട്ടിരിക്കണം. പച്ച ടേസ്റ്റ് പാടില്ല, അത് അങ്ങനെ ഇരുന്നാണ്ട് കറി അഴുക്കായി പോകും. അതുകൊണ്ട് ഈ ബ്രൗൺ കളറാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുമ്പോഴത്തേനും നമ്മുടെ ഈ കലക്കി വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കുന്ന മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. അതോടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ആഡ് ചെയ്യും. വെള്ളം കൂടെ ചേർത്ത് അത് കലക്കി നമുക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഈ പുളി ഇട്ടേച്ചിരിക്കുന്ന പുളിയും വെള്ളം കൂടെ ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റണം. ഇത് ആ വെള്ളം പറ്റുന്ന രീതിയിൽ വഴറ്റിയിട്ട് നല്ലതുപോലെ ഇത് വഴറ്റിയിട്ട് ഇത് ഒന്ന് പറ്റിയിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് മീനും ഉപ്പും എല്ലാം ഇടുന്നത്. അത് പറ്റുന്നിടം വരെ ഒന്ന് ഇതിരിക്കട്ടെ. നല്ലതുപോലെ അങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് വഴറ്റിയെടുക്കാൻ 5 മിനിറ്റ് സമയം വേണ്ടി വന്നു. ഇനി നമുക്ക് ചേർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവ ഓൾറെഡി നമ്മൾ മുഴുവൻ ഉലുവ ഇട്ടിട്ടുണ്ടല്ലോ കടുകിന് പകരം. ഇത്രയും ഉലുവയുടെ ആവശ്യമേ ഉലുവപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ വേണം. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഞങ്ങൾക്ക് ഇതിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങളത് ചേർക്കുന്നത്. നമുക്ക് ഇത്രയും ചേർത്തിട്ട് നമ്മൾ വഴറ്റിയിടും. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിനകത്ത് ഏകദേശം നല്ലപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം. തിളക്കിതരം വരെ നമ്മൾ അടച്ചു വെക്കണം. വെള്ളം തിളച്ചതിന് ശേഷമേ മീൻ ഇടാവുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. പ്രത്യേകിച്ച് നെമ്മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിതിനകത്ത് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കാൻ പോകും തിളയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം ഞാനൊരു 3/4 സ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കൂട്ടി വെച്ച് നമ്മൾ അടച്ചു വെക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. അങ്ങനെ കറി തിളച്ചു. ഇനി നമുക്ക് മീൻ പെരക്കിയിടാം. മീൻ കഷ്ണങ്ങൾ പെരക്കിയിടാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെരക്കിയിടാം.
നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല, കാരണം നെമ്മീൻ പൊതുവെ പൊടിയുന്നു. ഉണ്ടോന്നും കൂടെ ഒന്ന് നോക്കണം. അത് ഇപ്പം നോക്കണ്ട, സൈഡിൽ കൂടെ ഇതൊന്നും ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മീനെല്ലാം ഞാൻ പിറക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കറി ഒന്ന് കുറുകി ഒന്നെല്ലാം മീനിലെല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അങ്ങനെ കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. കുറച്ച് ഉപ്പ് ഇതിൻ്റെ ആവശ്യം ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കറി തവി ഇട്ട് പിന്നെ ഇത് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് 4 വശം പിടിക്കാൻ വേണ്ടി അരക്ക് ഞാനിത് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കറി ഒന്ന് പറ്റേണ്ടേ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആവിയെല്ലാം പുറത്തോട്ട് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ കറി തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ഞാൻ ഒന്നും കൂടെ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടെ കുറുകാനുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ 3-4 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് ഇച്ചിരി ഉപ്പൂടൊക്കെ ചേർത്തു. ഇനി നമുക്ക് ഞാൻ കുറച്ച് ഒരു ഇഞ്ചി കഷ്ണം മാറ്റി വെച്ചായിരുന്നല്ലോ, ആ പച്ച ഇഞ്ചി ഒന്ന് ചതച്ച് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടും. അതിന് ടേസ്റ്റ് ഒന്നും ഡിഫറെൻ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ, ഒരു 1/4 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെള്ളമൊന്ന് തൂക്കിയിട്ട് നമുക്ക് അടച്ചു. ഇത് നാളെ എടുക്കാനുള്ള മീൻകറി ആയതുകൊണ്ട് ഒരിത്തിരി പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്ന് കറക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഇത് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നും കൂടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കും. ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ പിന്നെ ഞാൻ അടച്ചു വയ്ക്കും. ഉച്ചയ്ക്ക് എടുക്കാൻ നേരത്ത് അതേപോലെ ഒന്നും കൂടെ ചൂടാക്കും. എന്നിട്ട് എടുത്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെയും എടുത്ത് ഞാൻ അതേപോലെ തന്നെ അടച്ച് സ്റ്റൗവിൽ തന്നെ വയ്ക്കും. അതിന് പിറ്റേ ദിവസം നാളെയും കൂടെ കഴിഞ്ഞിട്ടുള്ള ദിവസം അധികം ഉണ്ടെങ്കിൽ എടുക്കും. അത് ഫ്രിഡ്ജിൽ വെക്കത്തില്ല, അത് ഇങ്ങനെ തന്നെ തീർന്നേരം വരെ ഇങ്ങനെ ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി ഇടാത്തതുകൊണ്ട് അഴുക്കാകത്തില്ല. ഇരിക്കും തോറും ഈ കറിക്ക് ടേസ്റ്റ് കൂടി. രണ്ടാമത്തെ വ്ളോഗാണ്. എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫീഡ്ബാക്കിൽ കൂടെ അറിയിക്കണം. എന്നാലേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാൻ പോവാം. ചട്ടിയിലായതുകൊണ്ട് അത് തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ അത് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നല്ല സൂപ്പർ മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.